കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് വിവാഹം, കുടുംബജീവിതം എന്ന വിഷയത്തിലാണ്. പുതിയ കണക്കുകൾ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കുടുംബ ബന്ധങ്ങളുടെയും കുടുംബജീവിതത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കേട്ടുവരാറുള്ളത്. അതിന് വിവാഹം, കുടുംബജീവിതം, കുടുംബ ബന്ധങ്ങളൊക്കെ മുഖ്യ ഘടകമായി മാറുന്നു. എന്നാൽ പുതിയ ചില പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിവാഹം എന്നത് പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയമായി മാറുന്നു. വിവാഹം കഴിച്ച് അതിൻ്റെ ബാധ്യതകളിലേക്ക്, ഇപ്പോൾ ഒരാൾ വിവാഹം കഴിച്ചാൽ ഒരു കുടുംബ ബന്ധം നിലനിർത്തണം, പെൺകുട്ടികളാണെങ്കിൽ അവർ ഗർഭം ധരിക്കണം, പ്രസവിക്കണം, കുട്ടിയെ വളർത്തണം, ഇങ്ങനെ കുറേ പണികൾ അവർക്ക് വരുന്നു. ഇനി ആ പണിയൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല, പുതിയ കാലഘട്ടത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന നിലയിലേക്കുള്ള ഒരു ചിന്ത പുതിയ തലമുറയിൽ വലിയ നിലക്ക് വളർന്നു വരികയാണ്. ഇപ്പോൾ ഈ മാരേജ് ബ്യൂറോകൾ, മാട്രിമോണിയൽ സൈറ്റുകളൊക്കെ എടുത്താൽ 5000 ആൺകുട്ടികൾ പെൺകുട്ടികളെ തേടുന്നുണ്ടെങ്കിൽ 2000 ആൺകുട്ടികളെ തേടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയേറെ പെൺകുട്ടികൾ പിന്നോട്ട് പോകുന്നു. ഇനി ആൺകുട്ടികളായാലും ഈ വിവാഹത്തിൻ്റെ ഒരു കരാറിലേർപ്പെട്ട് ഈ നിയമത്തിൻ്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ, കെട്ടുപാടുകളോടെ ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ലാതാകുന്നു. ഇത് സംഭവിക്കാൻ പോകുന്നത് വലിയ ഒരു വെല്ലുവിളിയിലേക്കാണ് സമൂഹത്തെ എത്തിക്കുക. സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ മനുഷ്യ രാശിയുടെ അല്ലെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവണത വളർന്നു വരുന്നു. അത് സംബന്ധിച്ച വലിയ പഠന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നേർരേഖ വിവാഹം അല്ലെങ്കിൽ കുടുംബജീവിതം ഇത് സംബന്ധിച്ച് ഒരു വിഷയം ഇവിടെ ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രമുഖരായ 3 പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. കണ്ണൂർ ആസ്റ്റർ മിംസിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഹർഷ ഹരിദാസ് നമ്മോടൊപ്പം ചേരുകയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുകളുള്ള എൻ സുബ്രഹ്മണ്യം മാഷ് നമ്മോടൊപ്പം ചേരുകയാണ്. അതോടൊപ്പം തലശ്ശേരി അതിരൂപതയിലെ ഫാമിലി അപ്പസ്റ്റോലേറ്റിന്റെ ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോബി കോവാൻ. 3 പേർക്കും നേർരേഖയിലേക്ക് ഏറെ ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഹർഷയിൽ നിന്ന് തുടങ്ങിക്കോട്ടെ. ഡോക്ടർ ഹർഷ, ഈ വിവാഹം, കുടുംബജീവിതം എന്ന് പറയുന്നതിന് മതപരമായ ഒത്തിരി വേർഷനുണ്ട്, അതിന് ദൈവികമായ സങ്കല്പങ്ങളുമുണ്ട്. നാളെ സ്വർഗത്തിൽ പോകണമെങ്കിലും ഇത്തരം ചില കാര്യങ്ങൾ പല മതങ്ങളും നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ താങ്കൾ ശാസ്ത്രീയമായ രീതിയിൽ ഇതിൻ്റെ നിർവചനം എന്താണ്? വിവാഹം, കുടുംബജീവിതം. നമ്മൾ ഈ വിവാഹം എന്ന് പറയുന്ന ഒരു സോഷ്യൽ കോൺസെപ്റ്റ് ആണല്ലോ. ബേസിക്കലി നമ്മൾ മുന്നിലോട്ടേക്ക് നീങ്ങാൻ എന്ന് വെച്ചാൽ പ്രോജനി വരാൻ, കുട്ടികൾ ഉണ്ടാവാനും ഉള്ള ഒരു സാഹചര്യം കൂടിയാണ് വിവാഹം എന്ന് പറയുന്നത്. പക്ഷേ വിവാഹം ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റും കൂടിയാണ്. വേറൊരാൾ, ഒരു പാർട്ട്ണറായിട്ട് ഉള്ളൊരു കമ്മിറ്റ്മെന്റ്. അതിൽ കുട്ടികൾ ഉണ്ടാവാണ്ടിരിക്കാം, എന്തുമാവാം, അത് ഏത് രീതിയിൽ ദീർഘകാല കരാറാണ്. ഇറ്റ് ഈസ് എ കമ്മിറ്റ്മെന്റ്. അപ്പൊ ആ കമ്മിറ്റ്മെന്റിന് തയ്യാറാവുന്ന, പരസ്പരം അറിയുന്ന, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന 2 ആൾക്കാർ തമ്മിലുള്ള ഒരു ഇതാണ് വിവാഹം എന്ന് പറയുന്നത്. അതാണ്, ദാറ്റ് ഈസ് വാട്ട് നമ്മൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ പറയണമെങ്കിൽ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ലൈഫ് മുന്നിലോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വി നീഡ് ചിൽഡ്രൻ. അതൊരു വിവാഹം വേണമെന്നില്ല, ബട്ട് വെൻ യു ഹാവ് ദറ്റ് കമ്മിറ്റ്മെൻറ്റ്, കുട്ടികൾക്കും അത് വളരെ നല്ലതാണ്. കാരണം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഉണ്ടെങ്കിൽ ആണ് കുട്ടികൾ വളരെ നല്ല രീതിയിൽ വളർന്നു വരുന്നത്. ബ്രോക്കൺ ഫാമിലീസ് എന്ന് വരുന്ന നമ്മൾ കുറേ കാണുന്നതാണ്. ബ്രോക്കൺ ഫാമിലീസ് എന്ന് വരുന്ന കുട്ടികൾക്കും ഇച്ചിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. സോ വെൻ യു ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ്, പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കുട്ടികളും നമ്മുടെ അടുത്ത തലമുറയിലേക്ക് വരാനുള്ളൊരു ഇതാണ് വിവാഹം. അപ്പോൾ സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു സംവിധാനമായിട്ടാണ് വിവാഹത്തെ കാണുന്നത്. അതും ദീർഘകാലമുള്ള ഒരു കരാറാണ്, അല്ലേ? നമുക്ക് ഫാദർ ജോബിയോടൊന്ന് ചോദിക്കാം, എങ്ങനെയാണ് ഫാദർ ഈ വിവാഹത്തെ നിർവചിക്കുന്നത്? കുടുംബജീവിതം അല്ലെങ്കിൽ വിവാഹം? വിവാഹം എന്ന ബന്ധം പവിത്രമായിട്ടുള്ള ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. വിവാഹത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധങ്ങൾ രൂപപ്പെടേണ്ടത്. ആരും തന്റെ ജീവിതം ഒരു അരക്ഷിതാവസ്ഥയിലേക്കോ അനിശ്ചിതാവസ്ഥയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരല്ല. ഒരു ഉറപ്പില്ലാത്ത ഒരു ബന്ധത്തിൽ എപ്പോൾ അവസാനിക്കും, എന്ത് സംഭവിക്കും എന്നൊരാളുടെ എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോടുമുണ്ട്. അപ്പൊ അവിടെയാണ് ഈ വിവാഹ ബന്ധത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്.
ഞാൻ മറ്റൊരാൾക്കായിട്ട് എൻ്റെ ജീവിതത്തെ ആത്യന്തികമായി സമർപ്പിക്കുകയാണ് വിവാഹത്തിൽ നടക്കുക. അത് പരസ്പരം ആരും നിർബന്ധിച്ചോ സമ്മർദ്ദത്തിലെത്തിയിട്ടോ എന്തെങ്കിലും ഭീഷണിയുടെ പേരിലോ ഒന്നുമല്ല. അവരുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം ഇന്ന വ്യക്തിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ വ്യക്തിയോടൊപ്പം എൻ്റെ ജീവിതം ഞാൻ പങ്കിടാൻ പോകുന്നു. പക്ഷെ അവിടെ തിരുത്തപ്പെടേണ്ട ചില തെറ്റായ സങ്കല്പങ്ങൾ കൂടിയുണ്ട്. രണ്ട് പൂർണ്ണമായ വ്യക്തികൾ തമ്മിൽ ജീവിതകാലം മുഴുവൻ നടത്തിക്കൊള്ളാമെന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലത്. രണ്ട് സാധാരണക്കാരായ വ്യക്തികൾ പൂർണ്ണതയിലേക്കുള്ള അവരുടെ സെൽഫ് റിയലൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്ന പൂർണ്ണത എന്ന് പറയുമ്പോൾ അതിലേക്കുള്ള അവരുടെ പ്രയാണത്തിൽ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊള്ളാം, പരസ്പരം മനസ്സിലാക്കിക്കൊള്ളാം, പരസ്പരം വളർത്തിക്കൊള്ളാം. ഞാൻ നിനക്ക് കൂടായിട്ടുണ്ട്. എത്ര സുന്ദരമാണ് ആ വാക്ക് കൊടുത്തത്. ഭാര്യ അല്ലെ ഭർത്താവ്, മണവാളൻ മണവാളിനേക്കാളൊക്കെ ജീവിത പങ്കാളി. അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക്. ജീവിത പങ്കാളി, ഒരു ജീവിതം അവർ പരസ്പരം പങ്കിടും. ഈ സമർപ്പണം അതിന്റെ പൂർണ്ണതയിൽ അനുഭവവേദ്യമാകുന്ന ഈ ബന്ധത്തെ പോലെ മറ്റൊരു ബന്ധമില്ല. കോഹാബിറ്റേഷൻ, കൂടി താമസം, അല്ലെങ്കിൽ മറ്റേത് റിലേഷൻഷിപ്പ് എടുത്തു നോക്കിയോ അവിടെ ഒന്നും ഈ ഒരു സുരക്ഷിതത്വം, ഇത് ജീവിത അവസാനം വരെയുള്ള ഒരു കരാറാണ്. അതെ, കരാറല്ല, ഉടമ്പടി. കരാർ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ആ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ പിന്മാറും. പക്ഷെ ഞങ്ങള് കുറച്ചുകൂടി ആഴത്തിലേക്ക് അതിനെ പോകുമ്പോ ഒരു കാരണവശാലും വിടൂല, ഒരുമിച്ച് ജീവിച്ചേ പറ്റൂ. പറ്റൂ എന്നല്ല, അതൊരു നിർബന്ധത്തിന്റെ പേരിലല്ല, മറിച്ച് ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഞങ്ങൾ വില്ലിങ്ങാണ്. വിവാഹം എന്ന് പറയുന്ന ജീവിതം ഇതാണ്. കാരണം ഈ തീരുമാനം എടുക്കുന്ന സമയത്തുള്ള ഒരു മാനസിക നില ജീവിത അവസാനം വരെ തുടരേണ്ടി വരുന്ന ഒരു ബാധ്യതയില്ലേ അതിനകത്ത്? അതാണ് ഇന്നത്തെ തലമുറ ആലോചിക്കുന്നത്. ഈ ഇന്നത്തെ തലമുറയുടെ ആശങ്കകളെ നമ്മൾ വെറുതെ ശൈലിയായിട്ട് തന്നെ അവതരിപ്പിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ അബദ്ധത്തിലേക്ക് ഇല്ല. അത് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പഠിക്കണം. അവരെ അതിലേക്ക് എത്തിക്കുന്നതിന്റെ കാരണം ഒന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന് അവർ കണ്ടു വളർന്ന ചില എക്സ്പീരിയൻസുകൾ. നമ്മുടെ കുടുംബങ്ങള് ഒരു മേൽക്കോയ്മ നിലനിൽക്കുന്ന കുടുംബങ്ങളാണ്. ഞാൻ തീരുമാനിക്കും, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ മതി. അതിനകത്ത് മതങ്ങൾ കൊടുക്കുന്ന ചില സന്ദേശങ്ങൾ അതിനകത്തേക്ക് ഞാൻ തിരിച്ചു വരാം. അതിനു മുമ്പ് എൻ സുബ്രഹ്മണ്യം ഈ പറയുന്നത് പോലെ ജീവിത അവസാനം വരെ കൊണ്ടു നടക്കേണ്ട ഒരു ഉടമ്പടി എന്ന നിലക്ക് ഈ വിവാഹത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അതിലൊരു കാര്യമുണ്ട്. താങ്കളുടെ ഭാര്യ സുൽഫത്ത്, അവരെ ഒരിക്കൽ ഞാൻ വിളിച്ചിരുന്നു. അവരെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയത് എൻ സുബ്രഹ്മണ്യന്റെ ഭാര്യയാണ്. ഉടൻ അവർ പറഞ്ഞു, അങ്ങനെ പറയണ്ട, ഞാൻ സുൽഫത്താണ് എന്ന് പറഞ്ഞാൽ മതി എന്നാണ് താങ്കളുടെ ഭാര്യ എന്നോട് പറഞ്ഞത്. ആ അനുഭവത്തിൽ താങ്കളോട് യോജിക്കുന്നു. ഈ കരാറിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇതിന്റെ ഒരു കാര്യം നമ്മൾ പരിശോധിച്ചാൽ ഇത് ചരിത്രത്തിൽ എല്ലാ സമയത്തും ഉണ്ടായിരുന്ന ഒന്നാണ്. ഇതേപോലെ തന്നെയാണോ വിവാഹം സ്ഥാപനം എന്നുള്ള നിലയിൽ കുടുംബം ഉണ്ടായിരുന്നത്? അങ്ങനെ വരുമ്പോ നമുക്കൊരു പ്രോസസ് എന്നുള്ള നിലയിൽ ഇതിനെ എടുക്കുമ്പോൾ നമ്മളിപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, മാറ്റം വരാത്ത ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള നിലയിൽ സങ്കല്പിക്കുന്നതിന്റെ ഒരു തകരാറായിട്ടാണ് മാറ്റം വരാവുന്നതും മാറിയതും മാറിക്കൊണ്ടിരിക്കുന്നതുമായിട്ട് മാറേണ്ടതുമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളെക്കാൾ കുറെ കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ എടുത്തു നോക്കും, ഏറ്റവും സന്തോഷകരമായി ജീവിക്കുന്ന രാജ്യങ്ങൾ, ഫിൻലാൻഡ്, നോർവേ അതുപോലെയുള്ള രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ മതത്തിന്റെ സ്വാധീനം വളരെ കുറവാണ്, പുരുഷ മേധാവിത്വത്തിന്റെ സ്വാധീനം വളരെ കുറവാണ്. സ്ത്രീകൾ ഇപ്പോ ആളുകൾ വിവാഹ ജീവിതം എന്നുള്ള നിലയിലും കുടുംബ ജീവിതം എന്നുള്ള നിലയിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള നിലയിൽ വിവാഹം ഉണ്ടെങ്കിൽ പോലും അത് തുല്യതയുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഒരു വിവാഹം എന്നുള്ള രീതിയല്ല പലപ്പോഴും. ഒരാളുടെ ജീവിതത്തിൽ തന്നെ ഒന്നിലധികം പ്രണയങ്ങൾ ഉണ്ടാകുന്നു, അയാൾക്ക് ഒന്നിലധികം കുടുംബങ്ങൾ ഉണ്ടാകുന്നു. നമ്മളൊക്കെയാണെങ്കിൽ എന്താ സംഭവിക്കുക? മറ്റേതിനോടുള്ള തീർത്താ തീരാതെ പകയും വിദ്വേഷമാണ്. നേരെ തിരിച്ചു. ഇപ്പൊ എന്റെ ഒരു അനുഭവം ഉണ്ട്. ഗാന്ധി യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പ്രൊഫസർ, അദ്ദേഹം നാട്ടിലേക്ക് പോവുക. അപ്പൊ എന്തിനാ പോകുന്നെന്ന് ചോദിച്ചു. എന്റെ തേർഡ് വൈഫിന്റെ സെക്കൻഡ് ഡോക്ടറുടെ മാരേജ് ആണ്. അയാൾ ഇപ്പോ ആ വൈഫുമായിട്ടുള്ള ബന്ധത്തിലല്ല നിലനിൽക്കുന്നത്. അയാൾ മൂന്നാമത് കല്യാണം കഴിച്ച ഒരു സ്ത്രീയുടെ മകളുടെ കല്യാണം അയാൾക്ക് ഇന്ത്യയിൽ നിന്ന് അവിടെ പോയി പങ്കുകൊള്ളേണ്ടുന്ന ഒരു ചടങ്ങാണ് എന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിന്. അപ്പോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു വിവാഹം കഴിച്ച് രണ്ടാമത് വിവാഹത്തിലേക്ക് എത്തുമ്പോൾ മറ്റേ ആളുകളുടെ ഒരു ശത്രുതയിൽ നിന്ന് ആണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ധാരണയാണ് പൊതുവിൽ നമ്മളെ പോലെയുള്ള പിന്നോക്ക സമൂഹങ്ങളിൽ
ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അതെ, വേറൊരാളെ പ്രണയിച്ചാൽ എപ്പോഴും കുത്തിക്കൊല്ലുക, ഭാര്യ വേറൊരാളോടൊപ്പം പോയി അവളെ തട്ടിക്കളയുക. മറ്റൊരു സ്വാഭാവികമായും അങ്ങനെ ഒരു സാധ്യത മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. ഏക വ്യക്തിയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നല്ല ലൈംഗികത എന്നുള്ള ഒരു വിഷയം. മറ്റൊന്ന് കുടുംബം എന്നുള്ളതോ അല്ലെങ്കിൽ ഈ കുടുംബം എന്ന ആ ഒരു കൺസെപ്റ്റിനോട് താങ്കളുടെ കാഴ്ചപ്പാട് അത് അനിവാര്യമാണ് എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കണമെങ്കിൽ സ്ത്രീയുടെ സഹകരണത്തിന് മാത്രമേ കുടുംബം നിലനിൽക്കൂ. കുടുംബം ഇന്നത്തെ നിലയിൽ കുടുംബം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോ കുടുംബത്തിന്റെ ഒരു റോളുണ്ട്. കുടുംബത്തിലെ കുടുംബം എന്ന് പറയുന്നത് അതിന് ഏറ്റവും കൂടുതൽ ഒരു പകിട്ട് കൊടുക്കുന്നത് ഈ തുല്യത അവകാശപ്പെടുമ്പോൾ സ്ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബം നിൽക്കൂ എന്ന് പറയുന്നതിന്റെ ഒരു വൈരുദ്ധ്യം. ഇപ്പൊ കുടുംബം എന്ന് പറയുന്നത് ഇപ്പൊ സ്ത്രീ മാത്രം ഉൾപ്പെട്ട ഒരു സ്ഥാപനമല്ലേ. ഇപ്പൊ സ്വർഗ വിഭാഗത്തിൽ നിലയിലുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ 99.9% സ്ത്രീ അത് നിലനിൽക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ചരിത്രപരമായി അത് മാറിക്കൊണ്ടിരിക്കും. ഞാൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തിന് ചരിത്രത്തിൽ ഇപ്പൊ നമുക്ക് 100 കൊല്ലമായിട്ടില്ല ഈ പറയുന്ന കുടുംബം ഉണ്ടായില്ല. നമ്മുടെ അപ്പാമ്മമാര് 4 കല്യാണം കഴിച്ചു, അച്ഛന്മാര് 4 കല്യാണം കഴിച്ചു, 4 മക്കളുണ്ടായി. അതുകൊണ്ട് ഈ ലോകം ഇടിഞ്ഞു വീണിട്ടില്ല. യൂറോപ്പില് 4 or 5 വിവാഹം കഴിക്കുന്നു, അതിലെങ്കിലും മറ്റു പ്രണയം ഉണ്ടാവുന്നു, അതിൽ മക്കളുണ്ടാവുന്നു. എന്നിട്ട് യൂറോപ്പ് ഇങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ തകർന്നു വീണിട്ടില്ല. അപ്പൊ ഇതൊന്നും സ്ഥിരമായി നിൽക്കേണ്ട സംഭവങ്ങളല്ല, ചെറിയ മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റങ്ങൾ ചെറുതല്ല, വലിയ മാറ്റങ്ങൾ. തിരിച്ചു വരാം. ഡോക്ടർ ഹർഷ, ഒരു ചോദ്യം. ഈ വിവാഹത്തോട് പെൺകുട്ടികൾക്കാണ് ഇപ്പൊ താല്പര്യം വളരെ കുറഞ്ഞിരിക്കുന്നത്. വിവാഹങ്ങളുടെ എണ്ണവും കുറയുകയാണ്, പഠനങ്ങൾ അങ്ങനെ തെളിയിക്കുന്നു. എന്താണ് അതിൽ നിന്ന് നൽകുന്ന ഒരു സൂചന അല്ലെങ്കിൽ നൽകുന്ന ഒരു പാഠം? എംപവർമെന്റ്. വിമൻ ഇപ്പം എംപവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ ഒരു കോവിഡ് കാലഘട്ടത്ത് കുറെ കാര്യങ്ങൾ ഇന്റർനെറ്റ് നമ്മുടെ കൈവിരലുകളിലാണ്. അപ്പം ആ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് ഫീമെയിൽ എഡ്യൂക്കേഷനും കൂടി, ആൾക്കാർക്ക് ആ ഒരു ചിന്താഗതിയും മാറി വന്നു. അപ്പം മാട്രിമോണിയിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഡൗറി ഇഷ്യൂസും അങ്ങനത്തെ ഒരാളെ കണ്ട് കുറെ പ്രാവശ്യം പെണ്ണ് കാണലിന് വരണം, ആ ഒരു സിസ്റ്റത്തിലേക്ക് പോവാണ്ട് ചൂസ് യുവർ ഓൺ പാർട്ട്ണർ, നമ്മുടെ സ്വന്തം പാർട്ട്ണറെ കണ്ടുപിടിക്കാന്നുള്ള ഒരു ലെവലിലേക്കാണ് സ്ത്രീകൾ കൂടുതലും. ജനറേഷൻ ഈ സ്വന്തം പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ട് അവർ കാണുന്നുണ്ടോ? അതിലൊരു വ്യതിചലനം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കാലാകാലം ഒരുത്തൻ്റെ കൂടെ തന്നെ ജീവിച്ച് അവനെ അനുസരിച്ച് അങ്ങനെ ജീവിക്കേണ്ടതില്ല എന്നൊരു ബോധം പുതിയ തലമുറക്ക് ഉണ്ടായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ടാവും. ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് എൻ ഓപ്ഷൻ. നമുക്ക് ആ ഒരു ഓപ്ഷൻ പണ്ട് കാലത്ത് ഇല്ല. നമുക്ക് ഇതിൽ നിന്ന് പുറത്തിറങ്ങണം, എന്നെ അടിച്ച് ശരിയാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മാരേജ് നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളൊരു ഓപ്ഷൻ പണ്ട് കാലത്ത് ഇല്ല എന്നല്ല, ലെസ്. ഇപ്പം ആ ഒരു ഓപ്ഷൻ ഉണ്ട്. സ്ത്രീകൾക്ക് അത് നല്ലപോലെ 100 വർഷം മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ആണുങ്ങൾക്ക് മാത്രമായിരുന്നു. ഇപ്പൊ പെണ്ണുങ്ങൾക്കും കൂടി അവകാശം വന്നിരിക്കുന്നു. ഫാദർ ജോബി, ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പം ഈ വിശ്വാസം ഇപ്പൊ ഏത് സമൂഹമാണെങ്കിലും മതപരമായ ചിട്ട വരുമ്പോൾ ജീവിതാവസാനം വരെ നിന്റെ ജീവിത പങ്കാളിയായി ഇവൻ നിങ്ങൾ ചേർന്നിരിക്കുന്നു എന്നാണ് ബോധ്യപ്പെടുത്തി വിടുന്നത്. കാലാകാലം അതിൽ നിന്ന് പുതിയ തലമുറ മാറി ചിന്തിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയെ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? നോക്കി കാണാൻ പറ്റും. ചോദ്യത്തിൽ തന്നെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. അതായത് മതം എന്നോ ഈ ആളുകളെ ഇങ്ങനെ, അത് ഒരു മതമല്ല, എല്ലാ മതങ്ങളും. ഞാൻ പറയുന്നത് മതം യഥാർത്ഥത്തിൽ ചെയ്യുന്നതല്ല. അതാണ് പറയേണ്ടത്. അവിടെ ഒരു മതവും അല്ല പറയുന്നത് നീ ഇന്ന ആളുകൊണ്ട് ജീവിക്കണം. മതം അതിനുവേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. 2 വ്യക്തികൾ സ്വന്തം ഇഷ്ടപ്രകാരം, ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഇപ്പൊ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ ഓർത്ത് വയ്ക്കുക, നമ്മളിപ്പോ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്നിട്ട് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളൊരു ഐഡിയയുടെ ലെവലിലേക്ക് ഒരു അല്പം അറിയാമെന്ന് എനിക്ക് സംശയമുള്ളതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള സാഹചര്യമുള്ള. ഞാൻ ഈ വിവാഹിതരാകാൻ പോകുന്ന കുട്ടികളോടൊപ്പം അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് എല്ലാ മാസവും 100-140 കുടുംബങ്ങൾ, അതായത് 2 പേരും കൂടെ ഒരുമിച്ച് വരുന്ന കോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ യുവദമ്പതികളുടെ ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ചെയ്യുന്നതിന്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. അവർ ആരംഭിക്കാൻ പോകുന്ന ആ ജീവിതം അത് അവരുടെ ഇഷ്ടമാണ്. ആരും അതിനെ നിർബന്ധിച്ചിട്ട് സമ്മർദ്ദം എഴുതിയിട്ടുമല്ല. പണ്ടൊരു കാലത്ത് മാതാപിതാക്കളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ നിനക്ക് വേണ്ടി ഇന്ന പങ്കാളിയെ നിശ്ചയിക്കുന്ന ഒരു പരിപാടിയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഓരോരുത്തരും സ്വന്തം നിലക്കാണ് ചേർന്ന പങ്കാളിയെ കണ്ടെത്തി കഴിഞ്ഞു. അവരെ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഈ സെക്യൂരിറ്റി തന്നെ
തന്നെയാണ്. അല്ല നാളെ എന്നെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ഒരാളോട് അല്ലെ കുറച്ചു കാലം കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അങ്ങനെ വേറെ നോക്കാൻ ചിന്തിക്കുന്ന ആളോട് ജീവിക്കാനായിട്ട് ആരും താല്പര്യപ്പെടുകയല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന മതങ്ങളെല്ലാം ഒരു പുരുഷാധിപത്യം ഈ കുടുംബജീവിതത്തിൽ എപ്പോഴും അവർ നിർവചിക്കുന്നുണ്ട്. അതിപ്പോ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും പുരുഷന്റെ ഒരു സ്റ്റെപ്പ് താഴെ നിർത്തിക്കൊണ്ട് തന്നെയാണ്. എങ്ങനെയാണ് പറയുന്നത്? നമ്മള് ഉണ്ടാക്കിയെടുത്തൊരു തെറ്റായ കോൺസെപ്റ്റ് ആണ്. അങ്ങനെ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്ന ഒരു ഹെഡ്ഷിപ്പാണ്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഒരു ക്രൈസിസ് വരുമ്പോ അവിടെ തീരുമാനം എടുക്കാൻ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഒരാൾ, ആ തീരുമാനം എടുക്കുന്നതിൽ പോലും ഈ ഒരു കൺസൾട്ടേഷനും മറ്റുള്ളവരെ പരിഗണിക്കലും മനസ്സിലാക്കലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് നടന്നിരുന്നോ എന്നതാണ് പ്രശ്നം. ആളുകൾ ഇത് നടന്നിരുന്നില്ല. ഈ കൂട്ടായ ചർച്ച മറ്റൊരാളെ പരിഗണിക്കാൻ അഭിപ്രായം തേടാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഈ കുടുംബജീവിതത്തിന്റെ ദൗർബല്യങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ചത്. കാരണം പ്രായോഗികമായിട്ടാൽ ഒരു പെണ്ണിനെ കെട്ടിച്ചയച്ച് ഒരു പുരുഷനോട് ജീവിച്ചാൽ പണ്ടുകാലത്ത് അവള് ഈ വിവാഹം വേർപെടുത്തിയിട്ട് സ്വന്തം വീട്ടിലേക്ക് ചെന്നാൽ അവരവിടെ അംഗീകരിക്കുന്നില്ല. 2-3 ദിവസം അവരോട് താമസിക്കുക, അത് കഴിയുമ്പോ. പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മുടെ പെൺകുട്ടികൾ എല്ലാവരും തന്നെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവരെല്ലാം ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് ആർക്കും ഈ ഒരു അരക്ഷിതാവസ്ഥയോ അവർക്ക് നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. അവിടെ വേണ്ടത് ഒരു ഹെഡ്ഷിപ്പാണ്. ഞാൻ ഈ പിള്ളേരുടെ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടികൾ പോലും ആഗ്രഹിക്കുന്നതാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ആവശ്യം. അപ്പൊ അവൻ ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ എന്നോട് കൂടി ആലോചിച്ച് തീരുമാനം എടുത്ത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം. ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെയും മനഃശാസ്ത്രം, ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെയും ഫിസിയോളജി, ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. വ്യത്യസ്ത തലങ്ങളിലുള്ളതാണ്. അപ്പൊ അത് ഒരിക്കലും പുരുഷൻ സ്ത്രീയെ പോലെയോ സ്ത്രീ പുരുഷനെ പോലെയോ ആകുന്നതല്ല ഇക്വാലിറ്റി അല്ലെ എംപവർമെന്റ് എന്ന് പറയുന്നത്. പുരുഷൻ പുരുഷനായിട്ടും സ്ത്രീ സ്ത്രീയായിട്ടും നിലകൊണ്ട് തന്നെ ഇവർ പരസ്പരം അവരുടെ കുറവുകളിലും അവരുടെ കഴിവുകളിലും സപ്പോർട്ടീവായിട്ട് പെരുമാറുന്നിടത്താണ് യഥാർത്ഥ എംപവർമെന്റും യഥാർത്ഥ കൂട്ടായ്മ. എങ്ങനെയാണ് സുബ്രഹ്മണ്യ അത് അത്രമാത്രം യാഥാർത്ഥ്യമാകുന്നു? ഇതിനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീകള് ഇപ്പൊ മതം എല്ലാ കാലത്തും ഏത് മതമായാലും സ്ത്രീകളുടെ ഒരു എന്താണ് ലോവർ സ്റ്റാറ്റസ് മതപരമായി തന്നെ. അതുപോലെ ഇപ്പോ വിവാഹം എന്നുള്ളത് ഒരു ദൈവികമായിട്ടുള്ള ഒരു ഉടമ്പടിയായിട്ട് കാണുന്ന ഇപ്പൊ അടുത്ത കാലത്ത് പറഞ്ഞത് സപ്തപതി ഉള്ള വിവാഹം മാത്രമേ സുപ്രീം കോടതിയാണോ ഹൈക്കോടതിയാണോ എന്ന് എനിക്കറിയാം. അപ്പോ ഹിന്ദു വിവാഹത്തില് അഗ്നിസാക്ഷിയായി 7 അടി വെച്ച് ഉള്ള ഒരു അങ്ങനെയുള്ള ഒരു വിവാഹമേ കോടതി വരെ ഇതിന്റെ അർത്ഥം മതപരമായിട്ടാണ് വിവാഹം എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത് ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും. പക്ഷെ അതിന് വിള്ളൽ വീണിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതത്തിന് തന്നെ വലിയ തോതിൽ വിള്ളൽ വീണിരിക്കുന്നു. കാരണം സ്ത്രീകളുടെ വിദ്യാഭ്യാസം, നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ഒരു എംപവർമെന്റ് എന്ന് പറയുന്നത് സ്ത്രീകൾ അവകാശബോധമുള്ളവരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്തിൽ നേരത്തെ എന്താണ്, ഗിവറാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൗസ് തുന്നണമെങ്കിൽ പെർമിഷൻ വേണം, അയാളുടെ സമ്പത്ത് വേണം. അപ്പൊ ഈ സോഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് സ്ത്രീകളും മാറുകയാണ്. നേരത്തെ അത് ഗാർഹിക അധ്വാനം എന്ന് പറഞ്ഞാൽ ചെലവില്ലാതെ പുരുഷന് ചില സേവനങ്ങൾ കിട്ടുന്ന ഗാർഹിക അധ്വാനം എന്നുള്ള തലത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ സ്ത്രീ സോഷ്യൽ പ്രൊഡക്ഷന്റെ ഭാഗമാവുകയും അങ്ങനെ സോഷ്യൽ പ്രൊഡക്ഷന്റെ ഭാഗമാവുക സോഷ്യൽ റിലേഷൻസ് എല്ലാം മാറും. എന്ന് പറഞ്ഞാൽ അത് വിവാഹബന്ധം, കുടുംബബന്ധം, മതവുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം. ഉദാഹരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിലേഷൻസിന്റെ ഒരു എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് ആണ്. ഓരോ കാലഘട്ടത്തിലും മനസ്സടക്കമുള്ള കാര്യങ്ങൾ രൂപപ്പെടുന്നത് ഈ സാമൂഹിക ബന്ധങ്ങളുടെ ഒരു സമുച്ചയം എന്ന് പറയുന്നത്. അതായത് മാറാതെ ഒന്നും. അപ്പൊ ഇതെല്ലാം പൊളിച്ചെഴുതപ്പെടാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് തള്ളിക്കളയാം. നമ്മൾ ആരും പൊളിക്കണം എന്ന് ആഗ്രഹിക്കുന്നതല്ല, സ്വാഭാവികമായും മാറുവാണ്, പൊളിക്കല്ല ചെയ്യുന്നത്. തിരിച്ചു വരാം. ഹർഷ ഒരു ചോദ്യം. ഇപ്പം പെൺകുട്ടികൾ, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഒരു പെൺകുട്ടി പറഞ്ഞു, മാസമുറ ഞങ്ങൾക്ക്, കല്യാണം കഴിച്ച ഗർഭധാരണം ഞങ്ങൾക്ക്, 9 മാസം ഈ കുട്ടിയെ കൊണ്ടു നടക്കേണ്ട പണി ഞങ്ങൾക്ക്, ഈ കുട്ടിയെ പോറ്റേണ്ടതും മുല കൊടുക്കേണ്ടത് ഞങ്ങൾ, ഈ പണി മുഴുവൻ ഞങ്ങൾ എടുക്കുന്നു. എന്നിട്ടും വേണ്ടത്ര പരിഗണന പലപ്പോഴും കിട്ടാറില്ല.
അതുകൊണ്ട് തന്നെ ഈ പണി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തുറന്നു പറയുന്ന, നവമാധ്യമങ്ങളിലൂടെ തുറന്നു പറയുന്ന പെൺകുട്ടികളെ കാണുന്നു. എന്താണ് അതിൻ്റെ ഒരു മനഃശാസ്ത്രം, എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഡ്യൂറിങ് പ്രഗ്നൻസി, ആ പ്രഗ്നൻസി പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു 6 months to 1 year വരെ കുറേ ഹോർമോണൽ ചേഞ്ചസ് സ്ത്രീകളുടെ ശരീരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ വരുന്ന മൂഡ് ചേഞ്ചസും മൂഡ് സ്വിങ്സും ഡിപ്രഷനിൽ പോകാനുള്ള ഒരു അവസ്ഥയും ഇതൊക്കെ വരുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം മിക്ക സമയത്തും ആ ഒരു കാലഘട്ടത്തിലൊക്കെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ കുറച്ച് ശുശ്രൂഷ കിട്ടുന്നുണ്ടെങ്കിലും ജസ്റ്റ് പോസ്റ്റ് പ്രഗ്നൻസി കുട്ടികളുടെ മുകളിലാണ് ഫുള്ള് ശ്രദ്ധ പോകുന്നത്, എല്ലാവരുടെ ശ്രദ്ധയും പോകുന്നത്. ആ ഒരു 1 month മാത്രമേ ആ പഴയ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ വെച്ചിട്ട് ഒരു 1 month മാത്രമേ അമ്മമാർക്ക് ഒരു കെയർ കിട്ടുള്ളൂ. പിന്നെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണം. അതെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കെയറും കുട്ടികളുടെ മുകളിൽ, റിലേറ്റീവ്സ് വന്നു കഴിഞ്ഞാലും കുട്ടികളുടെ മുകളിലാണ് കെയർ പോകുന്നത്. ഈവൻ ഇൻഫാക്ട് ഫാദേഴ്സിന്റെ അറ്റൻഷനും കുറെ എല്ലാം അറ്റൻഷൻ മാറും. ആ സമയത്താണ് അമ്മമാര് കുറെ കൂടെ വിഷമത്തിലോട്ട് പോകണം. ആ സമയത്താണ് കൂടുതലും ഡിപ്രഷൻ പോലത്തെ സാധനങ്ങളൊക്കെ പൊങ്ങി വരുന്നത്. സോ അത് ഒരു കാര്യമാണ്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിൽ ഒരു ഇതുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ ഉടനെ എപ്പോഴാ കുട്ടി, അതെ, ആദ്യം കുട്ടി വേണം. അപ്പൊ പരസ്പരം ബന്ധം ഉറക്കുന്നതിന് മുന്നേ കുട്ടി ഉണ്ടാവും. ഈ ഒരു കാര്യം ചോദിച്ചു, നമ്മൾ ഈ വിവാഹം കഴിഞ്ഞ് ആദ്യ ഇയറിൽ തന്നെ ഗർഭിണികളാകുന്ന സ്ത്രീകൾ, കുട്ടികൾ, ദമ്പതിമാർ, അത് ശരിക്കും അവരൊരു ഫുൾ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗർഭധാരണമാണോ? അത് ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി, എനിക്ക് ആദ്യം തന്നെ കുട്ടി വേണം എന്നാഗ്രഹിച്ചുകൊണ്ടാണോ അങ്ങനെ ഒരു ബേബിയിലേക്ക് പോകുന്നത് സത്യത്തിൽ? സോ യൂഷ്വലി അറേഞ്ച്ഡ് മാരേജസ് ആണെങ്കിൽ, അതിനൊരു ടൈം ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് കല്യാണം കഴിക്കുന്നതാണെങ്കിൽ ഇറ്റ് ഇസ് അൺലൈക്ലി. മോസ്റ്റ് ഓഫ് ദ ടൈംസ് അത് അൺപ്ലാൻഡ് തന്നെ ആയിരിക്കും. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് എ ലവ് മാരേജ്, കുറെ കാലമായിട്ട് ഓൾറെഡി റിലേഷൻഷിപ്പിൽ ആണെങ്കിൽ പ്ലാൻഡ് ആവാനുള്ള ചാൻസ്. ഫാദർ ജോബി, ഇപ്പം ഞാൻ ഡോക്ടർ ഹർഷയോടൊക്കെ പറഞ്ഞു നിർത്തിയൊരു സംഭവമുണ്ട്. ഇപ്പം സാധാരണ ഈ പ്രസവം കഴിഞ്ഞിട്ട് ഡിപ്രഷൻ ഉൾപ്പെടെയുള്ള സൈക്യാട്രിക് പ്രോബ്ലം വരുന്ന ഒത്തിരി പെൺകുട്ടികളെ ഇപ്പം ഡെലിവറി കഴിഞ്ഞ കേസുകൾ സൈക്യാട്രിസ്റ്റിലേക്ക് റെഫർ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഒരിക്കൽ നമ്മുടെ നേരേക്ക് തന്നെ ചർച്ച വന്നിട്ടുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പ്ലാൻഡ് അല്ല, ഈ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് കുട്ടികളുണ്ടാകുന്നു. ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്ത സമയത്ത് തന്നെ ഈ ലെവലിൽ കാര്യങ്ങൾ നീങ്ങുന്നു. അതുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ മൊത്തം സഹിക്കേണ്ടി വരുന്നത് ഇപ്പം ഡോക്ടർ ഹർഷ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടികളാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ്. ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഒരേ ലെവലിൽ കാണാൻ പറ്റും? എനിക്ക് തോന്നുന്നു ഡോക്ടർ പറഞ്ഞതിനകത്ത് തന്നെ അതിന്റെ ഉത്തരം കിടക്കണമെന്ന് പറഞ്ഞോളൂ. ഒന്നാമത് ഈ പോസ്റ്റ്മോർട്ടം സിൻഡ്രോം ആണ് ഡോക്ടർ സൂചിപ്പിച്ചത്. അപ്പം അതിൽ തന്നെ രണ്ടായിട്ട് ഡോക്ടർ അത് തിരിച്ചായിരുന്നു. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് വീട്ടുകാരും കാര്യങ്ങളൊക്കെ ആളെ കണ്ടെത്തുന്നത്. അതല്ല ഇപ്പൊ ഒരു 10% താഴെയാണുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ബാക്കി പ്ലാൻ അവർ തന്നെ കണ്ടെത്തുന്ന പാർട്ണർ ആകുമ്പോൾ അവർക്ക് ഈ കാര്യത്തെ കുറിച്ചെല്ലാം അറിയാം. അപ്പോ എനിക്ക് എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എന്ന് പറയാൻ പറ്റും, ഈ വിവാഹിതരാകാൻ പോകുന്ന ഈ ദമ്പതികൾക്ക് ഞങ്ങൾ വിളിച്ചു കൊടുക്കുന്ന ഒരു പരിശീലനം, ഒരു 3 ദിവസം റെസിഡന്റ് ആയിട്ട് നിന്നിട്ട് കൊടുക്കുന്ന ഒരു പരിശീലനം. അവർ തന്നെ അവരുടെ പാർട്ട്നേഴ്സിനെ കണ്ടെത്തി അവർ ഈ വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ പോകുന്നു. അപ്പൊ അവർക്ക് ഇതിൽ സംഭവിക്കാൻ പോകുന്ന വെല്ലുവിളികൾ എന്തെല്ലാം, ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം. 3 ദിവസം കൊണ്ട് ഒരു ജീവിതത്തിലുള്ള ക്ലാസ് നമുക്ക് കൊടുക്കാൻ കഴിയും. 3 ദിവസം പോലും ഇല്ലാന്ന് പറയണം വേറെ അടുത്ത്. ഒരു ഡോക്ടറാണെങ്കിൽ അധ്യാപകരാണെങ്കിൽ എല്ലാം കൃത്യമായ പരിശീലനം വേണം. വണ്ടി ഒരു വഴിയുടെ വാഹനം ഓടിച്ചു പോകണമെങ്കിൽ പോലും ആരെങ്കിലും പരിശീലിപ്പിക്കുന്നു. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതേക്കുറിച്ച്, പരിശീലനം നൽകുന്നതിനെ കുറിച്ച്? അവിടെയാണ് ഈ 3 ദിവസത്തെ പരിശീലനം ഓർക്കണം. അത് നമ്മുടെ കുട്ടികളെല്ലാം എവിടെയാ പഠിച്ചുകൊണ്ടും ജോലിക്കായിട്ടും ഒക്കെ പല സ്ഥലത്തിലാണ്. അവിടുന്ന് 3 ദിവസത്തേക്ക് അവരെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരു ഭഗീരഥ പ്രയത്നമാണ്. അതിനിടയിലാണ് അവർക്ക് ഈ പറഞ്ഞ ഒരു അവയർനെസ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ വരുമ്പോ അങ്ങനെ ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ചുള്ള ഏറ്റവും ഇവർക്ക് അറിവ് കൊടുക്കുകയും ഇവർ വലിയ താല്പര്യത്തോടുകൂടി അതിൽ സംബന്ധിക്കുകയും ഇതെല്ലാം അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എത്രയൊക്കെ മനസ്സിലാക്കിയാലും ഈ പറഞ്ഞതുപോലെ അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് സംഭവിച്ചു കൂടായില്ല. കാരണം അത് മെഡിക്കൽ വിദഗ്ധർ തന്നെ പറയുന്നതാണ്, എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലൊന്നും അല്ല. ഇപ്പൊ എത്രയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇപ്പൊ സുരക്ഷിതത്വം ഏറ്റവും ഗർഭധാരണ സാധ്യതയുള്ള ദിനങ്ങളിൽ ബന്ധപ്പെട്ടു അല്ല അത് ഒഴിവാക്കി ചെയ്താൽ പോലും നമ്മുടെ കയ്യിലല്ല. പക്ഷെ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്, ഇവര് ഈ ഗർഭധാരണത്തിലേക്ക് പ്രവേശിക്കുന്ന ആ മൊമെന്റ് തൊട്ട് ഇവര് വേറൊരു ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്.
അതിനെ രണ്ടിടത്തിൽ വേണം എടുക്കാം. ഒന്ന് ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ തന്നെ എനിക്ക് മാസമുറ, ഞാൻ ഗർഭം ധരിക്കണം 9 മാസം, ഞാൻ മുല കൂട്ടണം, എന്നെ കുട്ടി പണി പറ്റിയത് പണി പറ്റിയത് പണി, ഇറ്റ്സ് നോട്ട് എ വർക്ക്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ദുരന്തമായി. മറിച്ച് ഈ മാനവരാശിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇതിനെ ആശ്രയിച്ച നമ്മളീ കണ്ടു വലിയ ഡെവലപ്മെന്റ് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തൊട്ടയൽവക്കമായ രാജ്യം ചൈന, അവിടെ ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായിട്ട് ഇതിന് വിലക്ക് ഏർപ്പെടുത്തി. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഓരോ കുടുംബങ്ങളുടെയും പുറകെ നടന്ന് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാവോ, ഗവൺമെന്റ് ഇന്ത്യയിൽ സപ്പോർട്ടുകൾ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് താല്പര്യമില്ലാതെയായി മാറ്റി, അങ്ങനെ ആക്കി മാറ്റി. അപ്പോ ഇതൊരു പണിയല്ല, ഇത് എന്റെ ജീവിതത്തിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ജോബി പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ഇത് പറഞ്ഞല്ലോ, ഈ മാനവരാശിയുടെ നിലനിൽപ്പാണ്, ഇത് ദൈവികമായി ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ഒരു കുട്ടിയെ ഗർഭം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരു സാധ്യത ഇനിയുള്ള കാലത്ത് എത്രമാത്രം വലിയ പ്രയാസമായിരിക്കും. മാനവരാശിയുടെ നിലനിൽപ്പ് ദൈവികമായ ചിന്ത. മിക്കവാറും രാജ്യങ്ങൾ, മിക്കവാറും വികസിത രാജ്യങ്ങൾ ഒരു ജനസംഖ്യാ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞപ്പോ ചൈന പോലും, കാരണം ഒരു കാലത്ത് ചൈനയിലെ ജനസംഖ്യയായിരുന്നു ലോകത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് കരുതിയ സ്ഥലത്ത് നിന്ന് ചൈന ഒരു കർവ് താണ് പോകുന്നത്. ഇത് ലോകത്ത് എവിടെ നോക്കിയാലും, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കിയാലും എല്ലാ മതവിഭാഗങ്ങളിലും കുട്ടികളുടെ, ഇപ്പോ പള്ളി വീരമാല കുട്ടികളെ ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിലായാലും എല്ലാ സ്ഥലത്തും ജനസംഖ്യ വർദ്ധിക്കുന്നു. അത് സ്ത്രീ വിദ്യാഭ്യാസമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. ഈ പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീകൾ പിന്നെ മുന്നോട്ട് വരുന്ന എല്ലാ സമൂഹങ്ങളിലും പ്രസവം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു ബാധ്യതയായി കരുതുന്ന ഒരു, പിന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ എക്സാജറേഷൻസും ഭാവനകളും അത് സ്ത്രീകൾ അംഗീകരിക്കുന്നില്ല. മാതൃത്വം എത്ര അത് പറ്റൂ എന്നുള്ള, അത് സ്ത്രീകൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിലൊരു പ്രശ്നം. മനുഷ്യന്റെ കാര്യത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു മാർഗങ്ങൾ ഉടലെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ തന്നെ ആ നിലയിൽ അണ്ടം സൂക്ഷിച്ചു വെക്കുക എന്നൊക്കെയുള്ള ആ സംവിധാനങ്ങൾ പോകുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും ആ പ്രശ്നം, ആ പ്രക്രിയയിലേക്ക് മാറാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ വാടക ഗർഭപാത്രങ്ങളുടെ ഒരു ലോകത്തേക്ക് നമ്മൾ മാറാൻ സാധ്യതയുണ്ട്. മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ജനസംഖ്യ എന്തായാലും ഇനിയിപ്പോ പഴയതുപോലെ ജനസംഖ്യ നിലനിർത്താൻ ലോകത്ത് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യരാശി എന്ന് പറയുന്നത് അങ്ങനെ തീർന്നു പോകുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം ഈ ഒരു പ്രവണതയാണെങ്കിലും എത്രയോ ആയിരക്കണക്കിന് വർഷത്തേക്ക് ഇതെല്ലാവരും പ്രസവിക്കാതിരിക്കുന്നല്ലോ ചെയ്യുന്നത്. ഇതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പരിണാമം സംഭവിക്കും. അവിടെ നിന്നും മനുഷ്യൻ ചിലപ്പോ പുതിയ രാശി ഒരു വലിയ പരിസ്ഥിതി ഒരു വലിയ ക്രൈസിസ് ആണെന്ന് തോന്നിയപ്പോ മനുഷ്യന് പരിസ്ഥിതി പരിഹരിക്കുന്നത് എന്നുള്ള തോന്നലിലേക്ക് എല്ലാം ഈ ഒരു കാര്യത്തിലെ പോപ്പുലേഷൻ ഒന്ന് വേൾഡ് ഇസ് ഓൾറെഡി കുറച്ച് ഓവർ പോപ്പുലേറ്റഡ് ഒക്കെ ആണ്. അതൊന്ന്. രണ്ടാമത്തത് ഈ സ്മോൾ ഫാമിലീസിന്റെ ട്രെൻഡ് കൂടാണ്ട് പുതിയ തലമുറയിൽ ബിഗ് ഫാമിലീസിന്റെ ട്രെൻഡും ഉണ്ട്. ഔട്ട് ഓഫ് പേഴ്സണൽ ചോയ്സ് 5ഉം 6ഉം കുട്ടികൾ വേണം, കൂടുതൽ കുട്ടികൾ വേണം, വലിയ ഫാമിലീസ് വേണം എന്നുള്ളൊരു ട്രെൻഡും കൂടി ഉണ്ട്. അതില്ലാണ്ടില്ല. സോ പേഴ്സണൽ ചോയ്സ് ആണെങ്കിൽ യു ഹാവ് ദ പേഴ്സണൽ ചോയ്സ്. കുട്ടികൾ ഇല്ലാണ്ടിരിക്കാനും അല്ലെങ്കിൽ ഒരു കുട്ടി ആവാനും അല്ലെങ്കിൽ 7 കുട്ടികളാവാനുള്ള പേഴ്സണൽ ചോയ്സ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അമ്മമാരുടെ കാര്യത്തിൽ പറയുമ്പം ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ദിവസത്തിൽ മാറുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇന്ന് വരെ കുട്ടിയില്ല, ഡെലിവറി കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ ദിവസം മുതൽ റെസ്പോൺസിബിൾ, വേറൊരു ലൈഫിന് വേണ്ടി റെസ്പോൺസിബിൾ ആണ്. ഇപ്പൊ മഹർഷിയെ കാണാൻ വരുന്ന ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവെക്കാൻ വരുന്ന കുട്ടികൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തിനാണ് പ്രയോറിറ്റി വരുന്നത്? കുട്ടികൾ എന്ന് വെച്ചാൽ പെൺകുട്ടികൾ ആൺകുട്ടികൾ ആരും ആകട്ടെ, പെൺകുട്ടികൾ പ്രധാനമായിട്ട് ഷെയർ ചെയ്യുന്ന ആശങ്കകൾ എന്താണ്? മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മളിപ്പോൾ ഒരു പ്രഗ്നൻസി ആൻഡ് ഡെലിവറി ടൈം നോക്കിക്കഴിഞ്ഞാൽ
കരിയറിനും ഗ്രോത്തിനും മാറ്റി വെക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 2 വർഷമാണ്. 9 months ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് 1 year ആഫ്റ്റർ പ്രഗ്നൻസി. ചില സമയത്ത് പ്രഗ്നൻസിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ 2 years നമ്മളിപ്പോൾ ഒത്ത് ഫീമെയിൽസ് ആൻഡ് മെയിൽസ് ഒത്ത് പഠിച്ച് ഒത്ത് വളർന്ന് ഒത്ത് ഒരു ഈക്വലായിട്ട് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഈക്വൽ ആണ്. അപ്പം ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ കയറി എന്നിട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ഡെലിവറി ടൈം വരുന്ന സമയത്ത് അവിടെ ഒരു കരിയർ ബ്രേക്കാണ് വരുന്നത്. ആ കരിയർ ബ്രേക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. പിന്നാതെ തിരിച്ചു പോകുന്ന സമയത്ത് ചിലപ്പം ഒരു ലോവർ സ്റ്റേറ്റസിൽ ഒരു ലോവർ ലെവലിലായിരിക്കും പിന്നാതെ തിരിച്ച് കയറുന്നത്. അത് പിന്നെയും പൊക്കിക്കൊണ്ടുവരണം, അതൊരു പണിയാണ്. പിന്നെ വേറെ എന്തൊക്കെയാ അവർ ഷെയർ ചെയ്യാറ് ഈ കുടുംബ ജീവിതത്തിന് ഇപ്പൊ നെഗറ്റീവായിട്ട് കുട്ടികൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ? ഞാൻ ഒന്ന് പറഞ്ഞത്, ഞാനിപ്പോ അച്ഛൻ നേരത്തെ എന്റെ കമന്റ് അച്ഛൻ എടുത്ത് സംസാരിച്ചതുപോലെ ഇതെല്ലാം തലവേദനയാന്ന് പറയുന്ന ചെറിയൊരു വിഭാഗം. അത് പുതിയ കാലഘട്ടത്തിൽ ഈ സൗകര്യങ്ങളും സന്തോഷങ്ങളും മാത്രം മതി, ഹാപ്പിനെസ് ആണ് ലൈഫിന്റെ എല്ലാം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് പിന്നെ പെൺകുട്ടികൾ വറീഡ് ആവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഫാദർ പറഞ്ഞ പോലെ ഫിസിയോളജിക്കലി വ്യത്യാസമാണ് സ്ത്രീകളും പുരുഷന്മാരും. സോ മുന്നിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇൻ എ മാരേജ് നമുക്ക് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവോ, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവോ, അങ്ങനത്തെ വറീസ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ട്. ആൻഡ് ചേരാൻ പറ്റുമോ, മുന്നിലോട്ടേക്ക് പോവാൻ പറ്റുമോ, നമ്മുടെ പാർട്ട്നേഴ്സ് ഈക്വൽ ആയിരിക്കോ, ആശങ്കയുണ്ട്. ബിക്കോസ് നമ്മുടെ സൊസൈറ്റി പേട്രിയാർക്കലാണ്. എന്ത് പറഞ്ഞാലും ചെറുപ്പം മുതലേ ഇറ്റ് ഹാസ് ബീൻ നമ്മുടെ തലക്കകത്തങ്ങ് ഇട്ട് തരുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഇറ്റ് ഇസ് സട്ടിൽ. ഇപ്പത്തെ ജനറേഷനിൽ ആരും അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നല്ല, വളരെ സട്ടിലാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഓൾഡർ ജനറേഷനിലുള്ള എൻ്റെ അടുത്ത് വരുന്ന ചില കപ്പിൾസ് ഉണ്ട്. അപ്പം ഫാദർ എന്നല്ല, അതിൽ പുരുഷൻ ഒരു കാര്യം പറഞ്ഞിട്ട് ചിലപ്പോൾ ഒപ്പിന്നങ്ങ് ഇറങ്ങിപ്പോവും, ഒരു വളരെ ആധികാരികമായിട്ട്. അപ്പം മാഡം പറയും, ആ ലേഡി പറയും, മാഡം ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, ഞാൻ ഇതൊക്കെ ശരിയാക്കിക്കോളാം. സോ ബാക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ആ സ്ത്രീകളുടെ കയ്യിൽ ഉണ്ട്. പക്ഷെ ഫ്രണ്ടിൽ നിൽക്കുമ്പം അത് പുരുഷൻ തന്നെയാണ്. അവിടെയാണ് കുറെ ആൾക്കാർക്ക് ഒരു ആശങ്ക വരുന്നത്. ആശങ്കയുണ്ട്. ഫാദർ ജോബി, ഈ നമ്മുടെ ഈ പുതിയ ജനറേഷനിൽ ഈ ഡേറ്റിങ്ങും അതുപോലെ ലിവിങ് ടുഗദർ ഒരു കൾച്ചർ വളർന്നു വരുന്നുണ്ടല്ലോ, അതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്? താങ്കളുടെ ഈ വിങ് ഫാമിലി അപ്പോസ്റ്റലേറ്റ് എന്ന ഒരു സംവിധാനത്തിൽ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ മാത്രം പറഞ്ഞിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ഒരു കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. അപ്പോൾ നമ്മുടെ ചർച്ചയിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്നു, കുടുംബം ഉണ്ടായിട്ടേ ഇത്ര കാലം ആയിട്ടുള്ളൂ, ഇനിയിപ്പോൾ കുടുംബം എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്, കുടുംബമില്ലാതെ മുന്നോട്ട് പോകാം. അതായത് ഇനി പ്രസവം തന്നെ ഒരു പക്ഷേ മാറി ചിന്തിക്കേണ്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ കാര്യത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആർട്ടിഫിഷ്യൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് നമ്മൾ അതിന് പകരമായിട്ട് ആശ്രയിക്കുന്നത്. അപ്പോൾ വാടക ഗർഭപാത്രവും ഒക്കെ പറഞ്ഞു. വാടക ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ there should be a lady ready for it. അത് ഓർക്കണം. ഇപ്പൊ നമ്മുടെ നമ്മള് ഇപ്പോ അല്ല, ഈ ചർച്ച ഒരുപക്ഷെ നമുക്ക് 25 വർഷം കഴിഞ്ഞതിന് ശേഷം നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ സാധ്യത വെച്ചിട്ടാണെങ്കിൽ ഈ പറയുന്നതിന് നമുക്ക് വരും. കാരണം യൂട്യൂബിൽ കിടക്കുമ്പോ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് എന്നാണ് ഷൂട്ട് ചെയ്തത്, ഇതിന്റെ കാലഘട്ടം ഏതാണെന്ന് കൂടി ചിന്തിക്കും. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അത് വന്നുകൂടായില്ലെങ്കിൽ നമ്മൾ ആരും പറയുന്നില്ല. പക്ഷെ അങ്ങനെ വരുമ്പോ ആരാണ് ഈ കുഞ്ഞിന്റെ അപ്പൻ, ആരാണ് ഈ കുഞ്ഞിന്റെ അമ്മ, ആരാണ് ഈ കുഞ്ഞിനെ ടേക്ക് കെയർ ഓഫ് ചെയ്യേണ്ടത്? ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഞാൻ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. സോവിയറ്റ് വിപ്ലവം നടന്ന 1917 ലെനിന്റെ ഡിഗ്രികളിലെ ആദ്യത്തെ ഒന്ന്, മർദ്ദനാത്മകമായ കുടുംബ ബന്ധങ്ങൾ തുടരുന്ന സ്ത്രീകൾക്ക് ആർക്കും മേലിൽ അത് തുടരേണ്ടതില്ല. റഷ്യൻ സ്റ്റേറ്റ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. തൊട്ടടുത്ത ഒരു വർഷത്തിനുള്ളിൽ 50% വിവാഹങ്ങളും സ്ത്രീകൾ വിവാഹമോചിതരായി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും കുടുംബത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചൈൽഡ് കെയറിങ്ങിനെ കുറിച്ചിട്ടൊക്കെ മാത്രമേ നമുക്ക് ആലോചന വന്നിട്ടുള്ളൂ. അതിനപ്പുറത്ത്
ഇത് ഇപ്പൊ ഈ അശ്വിത്വം അച്ഛനായത് അമ്മയായത് ഇവരുടെ പ്രൊട്ടക്ഷൻ ആയത് മനുഷ്യന് ഈ വന്ന റഷ്യയിൽ തന്നെ തുടർന്നത് സംഭവിച്ചു എന്നും കൂടെ പറയണം. ഞാൻ പറയാം. അപ്പൊ മനുഷ്യന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഈ പുരുഷൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിട്ടാണ് കുട്ടികൾ ഉണ്ടാകുന്നതെന്ന് മനുഷ്യ സമൂഹത്തിന് വളരെ ഈ പറയുന്ന കൾച്ചറൊക്കെ വന്ന ഒരു 10,000-20,000 കൊല്ലത്തിന്റെ ഒരു ഹിസ്റ്ററിയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു സാധനമേ ഉണ്ടായിരുന്നില്ല. കാരണം അത് ഏതോ പ്രകൃതി ശക്തി സ്ത്രീകളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്ത്രീ ഗർഭിണിയാവുന്നു. അല്ലാതെ അങ്ങനെയായിരുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് കുട്ടികൾ ഉണ്ടാകുന്നത് എന്നുള്ള വിജ്ഞാനത്തിലേക്ക് മനുഷ്യൻ എത്തിയിട്ട് ഒരു 20,000 കൊല്ലത്തിന് ഇപ്പുറത്താണ്. അപ്പൊ അതിനു മുമ്പ് ഈ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, അതിനു മുമ്പ് ഈ കുട്ടികളെ പോറ്റിയിട്ടുണ്ട്, അതിനു മുമ്പേ കുടുംബങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ മനുഷ്യരാശി അതാത് കാലഘട്ടങ്ങളിലെ അവസ്ഥകളും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഗർഭിണികളായിട്ടുണ്ട്, കുട്ടികളെ മനുഷ്യൻ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബമില്ലാത്ത കാലത്ത് കുട്ടികളെ സംരക്ഷിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ ബന്ധം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ വയറ്റിൽ പിറന്ന കുട്ടി എന്നുള്ള സങ്കല്പത്തിലേക്ക് തന്നെ ഇപ്പൊ മെല്ലെ മാറിപ്പോവാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു ഗർഭപാത്രത്തിൽ പിറന്ന കുട്ടിയെ നമുക്ക് വളരെ വാത്സല്യത്തോടെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു കാലം, മറ്റൊരാളുടെ കുട്ടിയെ വാത്സല്യത്തോടെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു കാലം, അതില് കുടുംബപരമായിട്ടുള്ള ബാധ്യത എന്നുള്ള നിലയിൽ നിന്ന് ചൈൽഡ് കെയറിങ്ങും അത് വളർത്തലും അത് മൊത്തത്തിൽ സമൂഹത്തിന് കൂടുതൽ മാറുന്ന ഒരു കാലം. ഈ പുതിയ വിവാഹ പീഴി ആളുകൾ ഉണ്ടാകുന്നത് ഇപ്പം പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ വിവാഹം കഴിക്കാം, പക്ഷേ ലൈംഗിക ബന്ധം പാടില്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം 100 കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും ചേരുന്ന പുതിയൊരു കാലഘട്ടത്തിലാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ സജീവമാണ്. എന്താണ് ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് യങ്സ്റ്റേഴ്സിന്റെ ഇടയിലുള്ള ഒരു പുതിയ കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ അവരതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഫസ്റ്റ് തിങ് ഈസ് പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ. അത് ഇല്ല. സോ മിക്ക പെൺകുട്ടികളും ഒരു വളരെ വലിയൊരു കൺസേൺ, അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് നമുക്കൊരു റെഫറൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ട്, കല്യാണം കഴിച്ച് 1 ഇയർ കഴിഞ്ഞിട്ടും രണ്ടുപേരും തമ്മിൽ പ്രോപ്പർ സെക്ഷൽ റിലേഷൻസിന്റെ ഒരു ധാരണ ഇല്ല എന്നുള്ളൊരു ഒരു സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ അറിയുന്നത് കൂടി വരുന്നുണ്ട്. പണ്ടേ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മളിപ്പം ഇപ്പോഴാണ് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോ എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർ നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇത് നമ്മൾക്ക് പറ്റുന്നില്ല, കെൻ യു എക്സ്പ്ലെയിൻ ദിസ് ടു അസ് എന്ന് പറഞ്ഞിട്ട് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തുന്നത് തന്നെ ഇപ്പോഴാണ്. സോ അങ്ങനെ ഒരു സെറ്റ് ഓഫ് പീപ്പിളും കൂടി ഉണ്ട്. സോ ഫോർ ദാറ്റ് നല്ല സെക്സ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വാട്ട് ഇസ് സെക്സ്, അതെങ്ങനെയാണ്, ആൻഡ് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ചെറുപ്പം മുതലേ. എന്ന് വെച്ചാൽ ബോഡി ബൗണ്ടറീസും കൺസെന്റും വെച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ, സ്വവർഗാനുരാഗികളുടെ എണ്ണം ഏറ്റവും കൂടുതൽ ഇപ്പൊ പെൺകുട്ടികളും ഒരുമിച്ച് ജീവിക്കുന്നു, ആൺകുട്ടികളും ഒരുമിച്ച് ജീവിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള എണ്ണം കൂടി വരികയാണ്. അത്തരം കേസുകൾ എങ്ങനെയാണ് ബന്ധപ്പെടുമ്പോൾ കൂടി വരുന്നതല്ല, അതും നമ്മൾ കഴിഞ്ഞാൽ പണ്ട് മുതലേ ഉണ്ട്. നമ്മുടെ പഴയ ടെക്സ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററിയിൽ ഉണ്ട്. ഇപ്പൊ ഇത് പുറത്തു വരാൻ തുടങ്ങി, അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചു തുടങ്ങി. നടുക്കുള്ള ഒരു ഏജിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സപ്രസ് ആയി പോയി. ഇപ്പം അത് പിന്നെയും ആൾക്കാരെ പറഞ്ഞു. അങ്ങനെ വരുന്ന കേസുകളൊക്കെ എങ്ങനെയാ ഷെയറിങ്? അവർക്ക് നല്ല ധൈര്യമുണ്ടോ? ധൈര്യമുണ്ട് ഷെയർ ചെയ്യാൻ. നമ്മളൊരു സേഫ് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്ട് ചെയ്യില്ല എന്നൊരു ചെറിയൊരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ദേ വിൽ കം, they will tell. അതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് നമ്മളിപ്പം ചെറിയ പ്രായം മുതലേ കുട്ടിക്ക് ഫോൺ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ട്രാക്ക് ചെയ്യണം എന്ന് പറയാറുണ്ട്. കൺസെന്റ്, ബോഡി ബൗണ്ടറീസ് എന്ന് പറയുന്ന സംഭവം പഠിപ്പിക്കേണ്ടത് 1ാം ക്ലാസ് മുതലാണ്. എന്ന് വെച്ചാല് ബോഡി ബൗണ്ടറീസ് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് സെക്സ്, ഇറ്റ് ഇസ് അബൌട്ട് ഹൗ, എത്ര ഒരു ബൗണ്ടറി വെക്കണം നമ്മുടെ ഒരു ബോഡി. ഒരു കുട്ടിക്ക് എനിക്കത് അസ്വസ്ഥത ആണ് എന്ന് തോന്നുമ്പം നോ പറയാനുള്ള ഒരു ബൗണ്ടറി വെക്കണം. സ്വയംഭോഗത്തിന്റെ കാര്യത്തിൽ അങ്ങനെ അവൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. സ്വയംഭോഗത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് മെഡിക്കലി സ്പീക്കിംഗ് ഇറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം, ഇറ്റ് ഇസ് എ നാച്ചുറൽ ഫിനോമിനൻ. ഇനിയിപ്പോ ആ ഒരു ഏജ് എത്തുമ്പോൾ കുട്ടിക്ക് ആ ഒരു പ്രായപൂർത്തി ആവുന്ന സമയത്ത് അത് തനിയെ നൈറ്റ് ഫോൾസ് ഒക്കെ ആയിട്ട് മാസ്റ്റർബേഷൻ വരും. സോ ദേ ഹാവ് ടു ഡു മാസ്റ്റർബേഷൻ, അല്ലെങ്കിൽ അതൊരു അസ്വസ്ഥതയായിട്ട് മാറും ആണുങ്ങൾക്ക്. ഈ സ്ത്രീകൾക്കും ഇറ്റ് ഇസ് നോട്ട് എ ക്രൈം, ഇറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. സ്വന്തം ബോഡി അറിയില്ലെങ്കിൽ വേറൊരാൾക്ക് എങ്ങനെയാ ആ ഒരു ബോഡി
കൊടുക്കുക. ഹൗ വിൽ യു സേ നിങ്ങൾ എന്നെ തൊട്ടോന്ന് എങ്ങനെയാ പറയുന്നത്? സ്വന്തം ബോഡി അറിയില്ലെങ്കിൽ മാസ്റ്റർബേഷൻ തെറ്റായി കാണേണ്ടതില്ല. തെറ്റായി കാണേണ്ടതില്ല. ഇറ്റ് ഇസ് എ നോർമൽ ഹ്യൂമൻ ഫിനോമിനൻ. അങ്ങനെയാണ്. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു തമാശയുണ്ട്. ഈ യൂറോപ്പിലെയും പിന്നെ അമേരിക്കയിലൊക്കെ പിള്ളേര് ഒരു 10-12 വയസ്സിലൊക്കെ സെക്സ് തുടങ്ങും എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ പോലും, അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ പോലും അവിടെ പിന്നെ സ്കൂളിലൊക്കെ ഈ കോണ്ടൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ലൈംഗിക എഡ്യൂക്കേഷൻ. ഇത് നമ്മുടെ ഈ മനുഷ്യന്മാർ ഈ 10-25 വയസ്സ് വരെ ഇതിന്റെ ഒരു ദാരിദ്ര്യം കൊണ്ട് ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഏറ്റവും ചിന്താ വികാസം ഇല്ലാതെ പോകുന്നത്. അവര് നോബൽ സമ്മാനം, വലിയ ശാസ്ത്രജ്ഞന്മാരും വലിയ ഇതൊക്കെ പറഞ്ഞാലും അവർക്ക് ഇതിനെ കുറിച്ച് ഇത് നമ്മുടെ ഈ പറയുന്ന പഠിക്കുന്ന കാലത്ത് മുഴുവൻ പുസ്തകം വായിക്കുന്നതിനെ കുറിച്ചിട്ട് ഈ പറഞ്ഞ തമാശകള് നിരവധിയായി കണ്ട് ഒരു 6 വർഷത്തോളം ഞാൻ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു ഈ തമാശകൾ. ഞാൻ ഇറ്റലിയിലായിരുന്നു. അപ്പൊ യൂറോപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഇത്. ഇപ്പോഴും അതെ. അപ്പൊ അവിടെ ഇത് കണ്ട് ഈ 12ാം ക്ലാസ്സിലും 13ാം ക്ലാസ്സിലല്ലേ ആ ലെവലിലുള്ള കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടമുള്ളവരൊക്കെ കൂടെ പോയി ഇതൊക്കെ ചെയ്തുകൊണ്ട് ആ രീതിയിൽ പോകുന്നു. അവിടെ എന്താ സംഭവിച്ചെന്നറിയാം? അതേക്കുറിച്ച് ആരും പറയുന്നില്ല. അവിടെ സംഭവിച്ചു അതെ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ആരും എന്ത് പിടിച്ചു വെച്ചിരിക്കുന്നൊന്നുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങള് ഈ കോഴ്സിൽ വരുന്ന കുഞ്ഞുങ്ങളോട് തന്നെ സംസാരിക്കുമ്പോ അവര് വിവാഹത്തിന് മുമ്പ് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടവരാണ് 80-70%. ഇപ്പൊ യൂറോപ്പിലെ കുട്ടികളും നമ്മുടെ കുട്ടികളും തമ്മിൽ ഈ പറഞ്ഞ നമ്മുടെ അതിർവരമ്പുകൾ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ഈ അതിർവരമ്പുകൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതിർവരമ്പുകൾ ഒരു സമൂഹം നിശ്ചയിക്കുന്ന അല്ലെ മതം നിശ്ചയിക്കുന്ന അതിർവരമ്പുകളാണെങ്കിൽ അതൊന്നും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഈ പിള്ളേരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അത് ഇന്നത് ചെയ്യരുതെന്ന് ആവശ്യപ്പെടുന്നത് ഒരു മതം പറഞ്ഞിട്ടല്ല. നമ്മുടെ ഈ ചർച്ചയിൽ എനിക്ക് തോന്നുന്ന ഒരു നിഷേധാത്മക സമീപനം അതിനകത്ത് കടന്നു വന്നതുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും വരുന്നത് ഒരു പോസിറ്റീവ് ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, നന്മയിലേക്ക് ചൂണ്ടിക്കാണിക്കണം. അപ്പൊ ഇവിടെ സംഭവിച്ചത് അവിടെ ഇപ്പൊ പറ്റിയത് എന്താണെന്നറിയോ? കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്ന സാധനം ആരാണോ അതിന്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നത് ആ കുടുംബ ബന്ധങ്ങളെല്ലാം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് നമുക്കവിടെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ ഈ അരക്ഷിതാവസ്ഥയിലേക്ക് പോയ ആളുകളുണ്ടല്ലോ, ആ സെക്ഷുവൽ റെവല്യൂഷന്റെ ഒക്കെ ഭാഗമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ഇഷ്ടമുള്ള രീതിയിൽ പോകാമെന്ന് പറയുന്നവരെല്ലാം അതിൻ്റെതായ അസ്വസ്ഥതകളിലാണ്. അത് നമ്മൾ ആരും പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പൊ അവരിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാരോ അല്ലെ ഡോക്ടർമാരോ അധ്യാപകരോ ഇവരൊന്നും ഉണ്ടായിക്കൊടുന്നല്ല നമ്മൾ പറയുന്നത്. അതെല്ലാം ഉണ്ടാവും. പക്ഷെ ആരാണ് കൂടുതൽ ഈ പറഞ്ഞ സമാധാനത്തെ, ഒരു മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ളൊരു ലക്ഷ്യം എന്താ? എൻ്റെ മനസ്സിന്റെ, എൻ്റെ ജീവിതത്തിന്റെ ഒരു സംതൃപ്തി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിലെല്ലാം അതുണ്ട്. ഒരു കുടുംബം നൽകുന്ന ഒരു സംതൃപ്തി, ഒരു വിവാഹ ബന്ധം നൽകുന്ന ഒരു സംതൃപ്തി, അത് മറ്റേതെങ്കിലും ഒരു ബന്ധം നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. ഈ ഘട്ടമെല്ലാം കഴിയുക. നമ്മള് ഒരു മനുഷ്യനിപ്പോ കൊച്ചായിട്ടുള്ള കാലത്ത് ഇരിക്കുകയാണ്, യൂത്തായിട്ടിരിക്കുകയാണ്. യൂത്ത് അവന്റെ ഒരു ഏറ്റവും ഓജസ്സും തേജസ്സും നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കാലഘട്ടമാണ്. അതും കഴിയും. അതും കഴിഞ്ഞ് മറ്റൊരു സ്റ്റേജിലേക്ക് കൂടെ കടന്നു പോകും. അത് കടന്നു പോകുന്ന ആളുകളെയും നമ്മൾ പരിഗണിക്കണം. അങ്ങനെ മൊത്തത്തിൽ അവരുടെ ഒരു ഹോൾ സൈക്കിൾ എടുക്കണം. അപ്പൊ അവസാന കാലം ഇപ്പൊ യൂറോപ്പിലൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? അവരുടെ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ നമ്മൾ ചെല്ലണം. ഞങ്ങളൊക്കെ അവിടെ ശുശ്രൂഷ അവിടെ പോകുന്നവർ they are really and completely frustrated. അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ പോലെ 1-2 കാര്യങ്ങളൊന്നുമല്ല. ഗവൺമെന്റ് തലത്തിൽ അവിടെ രാജ്യവ്യാപകമായിട്ട് ഈ പറഞ്ഞ സംവിധാനങ്ങളായിരിക്കുക. അവർക്ക് ഈ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള കൗൺസിലിംഗ് ആയി, എക്സസൈസുകളായി. പറഞ്ഞാൽ ഈ കുടുംബ ബന്ധങ്ങളും കുടുംബ ജീവിതവും വിവാഹവും ഒക്കെ കൃത്യമായി നിലനിൽക്കേണ്ടത് സമൂഹത്തിന്റെ സ്വസ്ഥമായ നിലനിൽപ്പിന് അനിവാര്യമാണ്. യെസ്, നമ്മൾ സമയം തീരുകയാണ്. ഇത് ഒരു എപ്പിസോഡ് കൊണ്ട് തീരുന്ന ഒരു വിഷയമല്ല. കാരണം ഇതിന്റെ ആഴങ്ങളിലേക്ക് പോയാൽ 10-20 ഉണ്ടെങ്കിൽ പോലും തീരില്ല. അത്ര വൈഡാണ്, അത്ര വലിയ ക്യാൻവാസ് ആണ് ജീവിതം. പക്ഷെ ഒരു കാര്യം ഇവരെല്ലാം പറഞ്ഞിരുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. നല്ല കുടുംബ ബന്ധങ്ങൾ നല്ല സുഖമുള്ള ജീവിതത്തിന് അനിവാര്യമാണ്. അല്ലാത്തതെല്ലാം അരക്ഷിതാവസ്ഥയിലേക്ക് പോകും. അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കിതെല്ലാം കഴിഞ്ഞിട്ടൊരു കാലമുണ്ട്. നമുക്ക് ഈ ആർജവവും ഊർജവും ഈ മനക്കരുത്തും ഈ സുഖിക്കാനുള്ള മനസ്സും ഒക്കെ ഇല്ലാതാകുന്ന ഒരു കാലം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം സുബ്രഹ്മണ്യ മാഷും സുൽഫത്തും ജീവിക്കുന്നതിൻ്റെ ആ ഒരു പാറ്റേൺ നിങ്ങൾ കേട്ടല്ലോ. അവർ പരസ്പരം സ്നേഹിച്ചു. അതുപോലെ ഡോക്ടർ പറഞ്ഞതും ഇവർ 3 പേരും പറഞ്ഞതും ഒരേ അർത്ഥത്തിൽ ഒരേ നിലക്ക് കാണേണ്ടതുണ്ട്. നല്ല ബന്ധങ്ങൾ, നല്ല പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കാൻ മനുഷ്യൻ തയ്യാറായാൽ, ആണും പെണ്ണും തയ്യാറായാൽ
നല്ല തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും, നല്ല സമാധാനത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിനപ്പുറം പോകുന്ന ചിന്തകളിലേക്ക് ഇതിൻ്റെ ചർച്ച തന്നെ അങ്ങനെയാണ് പോകുന്നതെന്ന് ഇടയ്ക്ക് അച്ഛൻ സൂചിപ്പിക്കേണ്ട, അങ്ങനെ ഒരു ചിന്തയെ നിറവേക്കില്ല. നല്ല കുടുംബങ്ങൾ, നല്ല സമൂഹം, നല്ല രാഷ്ട്രം, നല്ല ജീവിതം, ഇതാണ് നേർരേഖ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ഈ തരത്തിൽ തന്നെ പുതിയ തലമുറയുടെ ചിന്തകൾ പോകണം. സ്നേഹിക്കുക, നല്ല പങ്കാളിയെ കണ്ടെത്തുക, നല്ല ജീവിതം നയിക്കുക, നല്ല സമൂഹത്തെ സൃഷ്ടിക്കുക. അതിന് നേർരേഖയുടെ എപ്പിസോഡ് ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പങ്കെടുത്ത 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.